സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലും നിലനിൽക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ ഡാം തകരില്ല എന്നും, കുറെ ആളുകൾ ഇന്ന് തകരില്ല നാളെ തകരാനായിട്ട് സാധ്യതയുണ്ട് എന്നും, കുറെ ആളുകൾ ഒരിക്കലും തകരില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാഷ്ട്രീയ നേതാക്കള് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഡാം ദുർബലമാണെന്ന് പറയുന്നു, ഭരണപക്ഷത്ത് അവർ എത്തിച്ചേരുമ്പോൾ ഡാമിന് ഭയങ്കര ബലമാണ് എന്ന് അവർ പറയുന്നു. ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ജനങ്ങളെ കൂട്ടം കളിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം ഭരിച്ച് കുറെ നാള് വിളിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. കച്ചവടത്തിനായിട്ട് വന്ന ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ ഭരണാധികാരം പല രീതികളിൽ കൈയാക്കി. അങ്ങനെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഈ മുല്ലപ്പെരിയാർ. അവരുടെ കീഴിലുണ്ടായിരുന്ന തമിഴ്നാട്ടിലെ ഏതാനും ജില്ലകളിൽ കഠിനമായ വരൾച്ചകൾ വന്നു കഴിഞ്ഞപ്പോൾ മുല്ല എന്ന പ്രദേശത്തെ നദിയിൽ ഡാം കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പല പദ്ധതികളൊക്കെ തയ്യാറാക്കുകയും ചെയ്തു.